ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമങ്ക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കുർത്തിയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നൊരു കുർത്തിയാവുന്നതുകൊണ്ടാണ് നമ്മളിന്ന് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടനോടൊന്ന് എനേബിൾ ചെയ്തേക്കണം. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് സമങ്ക എന്നുള്ളത് അറിയാൻ പറ്റും. എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞ് നമ്മളൊരു ആവർത്തന വരിസത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എപ്പോഴും പറയാത്തത് കേട്ടോ. അപ്പോൾ സമങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സമങ്കയെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡിന് വേണ്ടിയിട്ടാണ്. പരാതികളാണ്, എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതിയേ കേൾക്കാനുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 2-3 തവണയായിട്ട് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതികൾ ഇഷ്ടം പോലെ കേൾക്കുന്നൊരു ഷെയ്ഡാണ് യെല്ലോ. ഓക്കെ, അപ്പോൾ ഇത്തവണ നമ്മൾ ഈ യെല്ലോ സെയിം കളർ തന്നെ അതിൽ പ്രിൻറ്റിൽ മാത്രമാണ് കേട്ടോ. ബുട്ടയുടെ വർക്കിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. കഴിഞ്ഞത് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബുട്ടയായിരുന്നു. ഇത്തവണ വന്നേക്കുന്നത് ഇത് കൊണ്ടില്ലേ, ഇതേപോലെയാണ് ബുട്ട വന്നേക്കുന്നത് കേട്ടോ. ബാക്കിയൊന്നും വ്യത്യാസമില്ല. ഇതിൻ്റെ കോളർ നെക്കിലാണ് ചെയ്തേക്കുന്നത്. സൈഡ് സ്ലിറ്റാണ്. ഫ്രണ്ടും ഇതേപോലെ ഒരു ഓപ്പൺ വരുന്നുണ്ട്. ഫുള്ളായിട്ട് പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു കളറിനും വ്യത്യാസമില്ല. ആകെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഒരു ബുട്ടയുടെ വീവിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു പാറ്റേണിന് മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ കേട്ടോ. 3/4 സ്ലീവാണ് വരുന്നത്. 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഫ്രണ്ടിലൊരു ഓപ്പൺ വരുന്നുണ്ട്. ഇതേപോലെ താഴെ വരെ പോഡ്ലി ബട്ടൺസ് വന്നിട്ടുണ്ട്. അടിപൊളി ഒരു കോളർ നെക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ അടുത്ത ഷെയ്ഡ് കണ്ടാലോ. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാൻ നീല ഷെയ്ഡാണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന ഷെയ്ഡ് തന്നെയാണ്. അതിൻ്റെ കളറിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നേരിട്ട് കാണുമ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. നിങ്ങൾക്ക് കൈ കിട്ടിയപ്പോൾ ഉള്ള ഷെയ്ഡും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള ഷെയ്ഡും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ ഒരു നെക്ക് പാറ്റേണും അതുപോലെ തന്നെ പോഡ്ലി ബട്ടൺസും കൊടുത്ത് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 3/4 സ്ലീവാണ് വരുന്നത്. 46-47 ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. ഓഫീസ് വെയർ കളക്ഷനായിട്ടാണ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഓണത്തിന് നമുക്ക് വേറെ കേട്ടോ. കോട്ടൺ സിൽക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഒരു സിൽക്കി ടെക്സ്ചർ ഉള്ളത് കൊണ്ടും കോട്ടൺ സിൽക്ക് ആവുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഓണത്തിന് സുഖമായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു കുർത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് കണ്ടാലോ. ഷെയ്ഡ് വരുന്നത് റെഡ് എന്നും പറയാൻ പറ്റില്ല, മെറൂൺ എന്നും പറയാൻ പറ്റില്ല. ഒരു റെഡ് ഷെയ്ഡ് കൂടിയിട്ടുള്ള മെറൂൺ എന്ന് വേണം പറയാം. അങ്ങനെ വരുന്ന ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രിൻ്റ് വരുന്നത് ഇതേപോലെ ഒരു ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ആവുക നോക്കിക്കോളൂ. അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഇത് പ്രിൻ്റല്ല, ഇത് ത്രെഡ് വെച്ചിട്ട് വീവ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. കുർത്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ തേർഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു രക്ഷയില്ലാത്തൊരു പാരറ്റ് ഗ്രീൻ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഷെയ്ഡ് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനും കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്. പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അതിൽ ഒരു ചെറിയ ഈ ഒരു ഡിസൈനൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലൈൻ പോലെയാണ് ഒരു ഡിസൈൻ വരുന്നത്. ഡിസൈനൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഓഫീസിലും കോളേജിലും ഒക്കെ പോകുമ്പോഴൊക്കെ വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഔട്ട്ഫിറ്റാണിത്. ഓണത്തിന് പറഞ്ഞ പോലെ ഓഫീസ് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ഓണം വരുമ്പോഴും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. കോട്ടൺ സിൽക്കിൽ ബുട്ടയുടെ വീവിങ് വന്നിട്ടുള്ള മെറ്റീരിയലാണിത്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോളർ പാറ്റേണിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണിത്. അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇത്രയും റീസ്റ്റോക്ക് ചെയ്യൂ എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിക്കാണ്. ഒരുപാട് റിക്വസ്റ്റാണ് വന്നേക്കുന്നത്. റീസ്റ്റോക്ക് ചെയ്യാവോ, എനിക്ക് കിട്ടിയില്ല, എനിക്ക് മഞ്ഞ ഷെയ്ഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടാത്തവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അവസാനം തീർന്നു പോയി, എനിക്ക് ഇത്തവണയും കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. മാക്സിമം ഞാൻ റിപ്ലൈ സ്പീഡിൽ തരാൻ ശ്രമിക്കാം. ഞാൻ
എപ്പോഴും ഇത് പറയുന്നില്ല. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ചില ലിമിറ്റേഷൻസ് നമുക്കുണ്ട്, അതുകൊണ്ടാണ് റിപ്ലൈ ഒക്കെ ഡിലേ ആവുന്നത്. അല്ലാണ്ട് മനഃപൂർവ്വം നമ്മൾ വൈകിക്കുന്നത് ഒന്നുമല്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ നമുക്കിവിടെ ഉള്ളത് കൊണ്ടാണ് ഡിലേ ആവുന്നത് കേട്ടോ. കുറച്ച് നാളോടെ നിങ്ങളൊന്ന് സഹകരിക്കണം. കണ്ടീഷൻ ഇതാവുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ സീസണാണ്, കുറച്ചുകൂടെ നമുക്കൊരു തിരക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇതാണ് 4th ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ സൈസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് 3XL വരെയാണ്. മീഡിയം സൈസുകാർക്കും ലാർജ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. വലിയ വിഷയമൊന്നും വരില്ല. ചെറിയ രീതിയിൽ ചെസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി. ചെറിയ സൈസുകാർക്ക് സൈസ് ഇല്ലല്ലോ എന്ന് കരുതി പർച്ചേസ് ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം, മീഡിയംകാർക്കൊക്കെ ഓർഡർ ചെയ്യാം. ലാർജ് സൈസ് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഓർഡർ ചെയ്തെടുക്കേണ്ട കാര്യം വരുള്ളൂ. 3XL സൈസ് വരെ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം റേറ്റ് വരുന്നത് 485 രൂപ, പഴയ റേറ്റ് തന്നെയാണ്. റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഹാൻഡ് വർക്ക് കുർത്തിയുടെ കാണിച്ചു തരാം. കുർത്തി നമുക്ക് സ്റ്റിച്ചിങ് ഫിനിഷ് ആയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ലോക്കിങ്ങും പാക്കിങ്ങും ബാക്കിയുണ്ട്. പക്ഷേ നമുക്ക് റെഡി ആയിട്ടിരിക്കുന്ന വേറൊരു ഐറ്റം ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കല്ലേ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഈ ഒരു കുത്തിയിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് ഒരു സൈസിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 4XL മാത്രമേ ഉള്ളൂ. 4XLകാർക്കും 3XLകാർക്കും പർച്ചേസ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകളിലേക്ക് വേണ്ടിയിട്ട് പാക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ദിവസം നമുക്ക് ഒരു കുർത്തി നമുക്കിവിടെ ഇരിക്കില്ല, വേഗം തന്നെ ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡിയാകുന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാമ്പിൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 4 പീസ് സാമ്പിൾ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാൻ കാരണം ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം തന്നെ ഇവിടുന്ന് സോൾഡ് ഔട്ടായി പോകും. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സോൾഡ് ഔട്ട് പറയാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ പ്രോസസ്സിങ് കണ്ടീഷനിലാണെങ്കിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഒരു 3-4 ദിവസത്തോടെ നമുക്ക് കയ്യിൽ ഉണ്ടാവും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് വർക്ക് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. ഗോൾഡൻ കളർ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. കോട്ടൻ്റെ ലൈനിങ് കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 3/4 സ്ലീവ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു വാടാമുല്ല ഷെയ്ഡാണ് കേട്ടോ. ഭംഗിയുള്ളൊരു വാടാമുല്ല ഷെയ്ഡ്. 3XL 4XLകാർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ 4XL ആണ് എൻ്റെ കയ്യിലുള്ളത്. 3XLകാർക്കും പർച്ചേസ് ചെയ്യാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാൻ നീല ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വർക്കുമാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് വന്നിട്ട് മെറൂൺ ഷെയ്ഡ്. കണ്ടില്ലേ, വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഓണത്തിനൊക്കെ അടിപൊളിയായിട്ട് ഇട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു കുർത്തിയാണ്. പിന്നെ വേറൊന്ന്, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ 2 ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 5XL ആണ് സൈസ് വരുന്നത്. 5XLൻ്റെ ഈ ഒരു കുർത്തി ഞാൻ 2 ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീനും, കണ്ടില്ലേ, ഈ ഒരു ബോട്ടിൽ ഗ്രീനും മെറൂണും ആയിരുന്നു 5XL സൈസുകാർക്ക് അവൈലബിൾ ആണെന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എൻ്റെ കൂടെ നമുക്ക് 2 ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ്. ഒന്ന് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു വർക്ക് കേട്ടോ. സിമ്പിൾ വർക്കാണ്. നെക്കിൽ സിമ്പിളൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ട് ചെയ്തേക്കുന്ന വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു വർക്ക് കേട്ടോ. വർക്കിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കോളൂ, ഭംഗിയാണ്.
പൊന്മാൻ നീല ഷെയ്ഡും നമുക്ക് സെയിം വർക്കിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഷെയ്ഡോടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുർത്തി കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. എനിക്ക് തോന്നുന്നു 5XL ഒക്കെ ആർക്കെങ്കിലും ഇനിയും കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കണം കേട്ടോ. കാരണം കുറേ ഈ നമ്മുടെ ചാറ്റുകൾ ഒന്നും തന്നെ ഞാൻ സേവ് ചെയ്തിടാറില്ല, അതിനോട് നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ വരുന്ന ചാറ്റൊക്കെ റിപ്ലൈസ് കൊടുത്ത് പോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും ചാറ്റ് മിസ്സായി കിടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് എൻ്റെ ഐറ്റം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒന്ന് മെസ്സേജ് അയക്കും, ഞാനത് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനീല. ടേക്ക് കെയർ ആൻഡ് ബൈ.